നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. മാതമംഗലം കൈതപ്പുറത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറും BJP പ്രവർത്തകനുമായ KK രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്ന സംഭവത്തിൽ ഇപ്പോഴിതാ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്താനുള്ള കാരണം രാധാകൃഷ്ണൻ്റെ ഭാര്യ മിനിയുമായി പ്രതി NK സന്തോഷിനുള്ള ബന്ധം. NK സന്തോഷും രാധാകൃഷ്ണൻ്റെ ഭാര്യയും മുൻപ് ഒരുമിച്ച് പഠിച്ചിരുന്നവർ. പിന്നീട് പൂർവ്വ വിദ്യാർത്ഥി മീറ്റിങ്ങിലാണ് ഇരുവരും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുന്നത്. നേരത്തെ തന്നെ ഇരുവർക്കുമിടയിൽ പരിചയമുണ്ടായിരുന്നുവെന്ന ശ്രുതികളും ഇപ്പോൾ പരക്കുന്നു. രാധാകൃഷ്ണൻ്റെ ഭാര്യയുമായി സന്തോഷിനുള്ള സൗഹൃദം തകർന്നതാണ് ഇപ്പോഴുള്ള കൊലപാതകത്തിന് പിന്നിലെ പ്രധാന കാരണം. എന്നാൽ അതിലപ്പുറവും ചില സംശയങ്ങൾ നീളുന്നു. 6 മാസം മുൻപ് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നിരുന്നു. രാധാകൃഷ്ണൻ്റെ ഭാര്യയും സന്തോഷുമൊക്കെ ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ കണ്ണൂരിലേക്കൊരു വിനോദയാത്രയും പുറപ്പെട്ടിരുന്നു. ഈ വിനോദയാത്രയ്ക്കിടയിൽ രാധാകൃഷ്ണൻ്റെ ഭാര്യ മിനിയും സന്തോഷും തമ്മിൽ കൈകൾ കോർത്തു നിൽക്കുന്ന ഫോട്ടോ സന്തോഷ് കുമാർ തന്നെ പിന്നീട് ഫേസ്ബുക്കിലിട്ടു. ഈ കൂടിക്കാഴ്ചയിൽ ഇരുവർക്കുമിടയിലുള്ള സൗഹൃദം വളർന്നു. ഇതേ തുടർന്ന് രാധാകൃഷ്ണനും ഭാര്യയുമായി സ്ഥിരം വഴക്ക്. ഏറ്റവും ഒടുവിൽ രാധാകൃഷ്ണൻ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുന്നിലത്തെ ദിവസം രാധാകൃഷ്ണൻ ഭാര്യയെ ഇക്കാരണത്താൽ മർദ്ദിച്ചിരുന്നു. ഇതാണ് കൊലപാതകത്തിന് മുഖ്യ പ്രകോപനമായത്. രാധാകൃഷ്ണൻ ഭാര്യയെ മർദ്ദിച്ച വിവരം ഭാര്യ തന്നെയാവാം സന്തോഷിനോട് പറഞ്ഞത്. രാധാകൃഷ്ണൻ ഭാര്യയെ മർദ്ദിച്ചതാണ് അയാളെ കൊലപ്പെടുത്താനുള്ള മുഖ്യ കാരണമെന്ന് സന്തോഷ് പോലീസിനോട് പറഞ്ഞു. ഈ വിവരം രാധാകൃഷ്ണന്റെ ഭാര്യ തന്നെയാണ് തന്നോട് പറഞ്ഞതെന്നും പോലീസിനോട് സന്തോഷ് വെളിപ്പെടുത്തി. മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന ക്രൂര കൊലപാതകമാണ് കൈതപ്പുറത്ത് നടന്നത്. KK രാധാകൃഷ്ണൻ എന്ന സൗമ്യനായ BJP പ്രവർത്തകൻ. ഭാര്യ മിനിയും BJPയുടെ ഒരു പ്രാദേശിക നേതാവാണ്. ഇപ്പോഴിതാ KK രാധാകൃഷ്ണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയിലേക്ക് നീളുന്നു. മിനിയെ പോലീസ് ചോദ്യം ചെയ്യുമെന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. പ്രതി NK സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്തിയത് മിനിയും അമ്മയും വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ തൊട്ടുപുറകിലുള്ള വിറകുപരയിൽ നിന്ന്. ഇതിനോട് ചേർന്ന് ഒരു പമ്പ് ഹൗസ് ഉണ്ട്. ഇതിനിടയിലാണ് അയാൾ തോക്ക് ഒളിപ്പിച്ചു വെച്ചത്. കൊലപാതകം നടന്ന വീടും ഈ വീടുമായി 100 മീറ്ററിനടുത്തുള്ള ദൂരം മാത്രമേയുള്ളൂ. സന്തോഷ് ഉപയോഗിച്ച തോക്കിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ കൊലപാതകത്തിന് മുൻപോ ശേഷമോ മറ്റാരുടെയെങ്കിലും സഹായം ഇക്കാര്യത്തിൽ സന്തോഷിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നു. പ്രതി സന്തോഷിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരൂ എന്ന് പോലീസ് പറയുന്നു. എന്നാൽ രാധാകൃഷ്ണൻ്റെ ഭാര്യ മിനിയെ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ മറ്റു ചില ഗൂഢാലോചനകളുടെ കഥകളും പുറത്തു വന്നേക്കാം. കേസിൽ രാധാകൃഷ്ണൻ്റെ ഭാര്യയെ പ്രത്യക്ഷത്തിൽ സംശയിക്കത്തക്ക തെളിവുകളൊന്നും ഇതുവരെ പോലീസിൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. എന്നാൽ ചില സംശയങ്ങളുണ്ട്. രാധാകൃഷ്ണൻ്റെ ഇടനെഞ്ചിലേക്ക് പോയിന്റ് ബ്ലാങ്കിലാണ് സന്തോഷ് വെടിയുതിർത്തത്. പിന്നീട് ഇതേ തോക്ക് രാധാകൃഷ്ണൻ്റെ ഭാര്യയും അമ്മയും താമസിക്കുന്ന വാടക വീടിൻ്റെ തൊട്ടുപുറകിൽ കൊണ്ടുപോയി ഇടണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം സന്തോഷിനുണ്ടാവണം. വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും കൊല നടന്ന വീട്ടിലും പരിസരത്തുമൊക്കെ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് വൈകിട്ട് പോലീസ് സന്തോഷുമായി രാധാകൃഷ്ണൻ്റെ ഭാര്യയും അമ്മയും വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ പുറകുവശത്തെത്തി. അവിടെ നടത്തിയ പരിശോധനയിലാണ് തോക്ക് കണ്ടെടുത്തത്. BJP പ്രവർത്തകൻ KK രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കണ്ണൂർ റൂറൽ SP മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. കൊലപാതകം നടത്തിയ സന്തോഷ് ഒരു CPM പ്രവർത്തകനാണ്. എന്നാൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന നിലപാടാണ് BJPക്കുള്ളത്. CPM പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് ചില സഹായങ്ങൾ സന്തോഷിന് ലഭിക്കുന്നുണ്ട് എന്ന് BJP കുറ്റപ്പെടുത്തുന്നു. സന്തോഷിന് തോക്ക് എവിടെ നിന്ന് ലഭിച്ചു? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോം അയാൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇക്കാര്യങ്ങളിൽ വളരെ വ്യക്തമായ അന്വേഷണം നടത്തണമെന്ന് BJP ആവശ്യപ്പെടുന്നു. രാധാകൃഷ്ണനെ NK സന്തോഷ് വെടിവെച്ചു കൊന്നത് രാധാകൃഷ്ണൻ്റെ ഭാര്യയുമായുള്ള സൗഹൃദം എതിർത്തതിൻ്റെ പേരിലാണ് എന്ന് പോലീസ് വ്യക്തമാക്കി. രാധാകൃഷ്ണനും ഭാര്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. ഇതേ തുടർന്ന് രാധാകൃഷ്ണൻ്റെ ഭാര്യ തൻ്റെ അമ്മയോടൊത്ത് താമസിക്കാൻ ഈ വാടക വീട്ടിൽ എത്തിയതായിരുന്നു. രാധാകൃഷ്ണൻ്റെ ഭാര്യയുമായുള്ള സന്തോഷിൻ്റെ ബന്ധം അവരുടെ കുടുംബ ബന്ധത്തെ വല്ലാതെ ബാധിച്ചു. തുടർന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ പലപ്പോഴും വഴക്ക്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് താൻ സന്തോഷിനെ കണ്ടുമുട്ടിയത് എന്ന് മിനി അടുപ്പമുള്ളവരോടും വീട്ടുകാരോടുമൊക്കെ വിശദീകരിച്ചിരുന്നു. എന്നാൽ ഇത് രാധാകൃഷ്ണൻ ഒരിക്കലും അംഗീകരിച്ചില്ല.
രാധാകൃഷ്ണന്റെ ഭാര്യയുടെ അമ്മയ്ക്ക് വേണ്ടി ഒരു വീട് നിർമ്മാണം. ആ വീട് നിർമ്മാണത്തിൻ്റെ ചില കരാർ ജോലികൾ ഏൽപ്പിച്ചതും ഇതേ NK സന്തോഷിനെ. അതിനും രാധാകൃഷ്ണന്റെ ഭാര്യ തന്നെയായിരുന്നു മുൻകൈയെടുത്തത്. എന്നാൽ ഇക്കാര്യങ്ങളിൽ ചില ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന സംശയം രാധാകൃഷ്ണനുണ്ടായതോടെ പൂർണ്ണമായി NK സന്തോഷിനെ വീട് നിർമ്മാണത്തിൽ നിന്ന് രാധാകൃഷ്ണൻ വിലക്കിയിരുന്നു. ഭാര്യയുടെ കാര്യത്തിൽ കൂടുതൽ ഇടപഴകാൻ സന്തോഷ് ശ്രമിച്ചതോടെ രാധാകൃഷ്ണനും ഭാര്യയ്ക്കുമിടയിലുള്ള ബന്ധം വഷളായി. പിന്നീട് സന്തോഷ് രാധാകൃഷ്ണനെ ഭയപ്പെടുത്താൻ തുടങ്ങി. രാധാകൃഷ്ണൻ പോലീസിൽ പരാതിപ്പെട്ടു. എന്നാൽ രാധാകൃഷ്ണന്റെ ഭാര്യ മിനി രാധാകൃഷ്ണനൊപ്പം നിന്നില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. തുടർന്ന് പരിയാരം പോലീസ് ഇരുവരെയും വിളിച്ച് ചില സന്ധി സംഭാഷണങ്ങൾ നടത്തി. ഈ സന്ധി സംഭാഷണങ്ങളിൽ BJP പ്രാദേശിക നേതാക്കളും രാധാകൃഷ്ണന്റെ കുടുംബാംഗങ്ങളുമൊക്കെ ഉൾപ്പെട്ടു. ഇതോടെ സന്തോഷിന്റെ ഭീഷണി ഇരട്ടിയായി. കൊലപാതകം നടന്ന വ്യാഴാഴ്ച വൈകിട്ട് നിനക്ക് മാപ്പില്ല എന്ന് സന്തോഷ് കുമാർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വ്യാഴാഴ്ച രാത്രി 7:10 കൈതപ്രം പൊതുജന വായനശാലയ്ക്ക് സമീപം നിർമ്മാണത്തിലുള്ള വീട്ടിൽ രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത്. ഹൃദയത്തിൽ വെടിയേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സന്തോഷ് നിർമ്മാണം നടന്ന വീട്ടിൽ ഒളിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കൃത്യമായി രാധാകൃഷ്ണൻ അവിടെ എത്തുന്ന സമയം സന്തോഷിന് നിശ്ചയമുണ്ട്. അത് കണക്കുകൂട്ടിയാണ് അയാൾ ആ വീട്ടിൽ ഒളിച്ചിരുന്നത്. കയ്യിൽ ഒരു മദ്യക്കുപ്പിയും കരുതിയിരുന്നു. വെള്ളം പോലും ചേർക്കാതെ കുറേയേറെ മദ്യം അയാൾ അകത്താക്കി. കൈതപ്രത്തിന് 15 കിലോമീറ്റർ അകലെ പെരുമ്പടവ് അടുക്കം സ്വദേശിയാണ് സന്തോഷ്. വ്യാഴാഴ്ച വൈകിട്ട് ബസ്സിൽ വെള്ളോറയിലെത്തി അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷയിലാണ് കൈതപ്രത്തെത്തിയത്. ഇയാൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു സഞ്ചി കൈവശമുണ്ടായിരുന്നതായി വന്ന ഓട്ടോ ഡ്രൈവർ പോലീസിന് മൊഴി നൽകി. ഭാര്യയുടെ അമ്മയുടെ സ്വത്ത് വിറ്റ് കിട്ടിയ പണം കൊണ്ടാണ് ഭാര്യ മാതാവിന് വേണ്ടി അവിടെ ഒരു വീട് രാധാകൃഷ്ണൻ നിർമ്മിച്ചിരുന്നത്. 5 മണിയോടെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ താൻ എത്തിയെന്നാണ് സന്തോഷ് പോലീസിന് മൊഴി കൊടുത്തത്. നിറതോക്കും ഒരു കത്തിയും തൻ്റെ കൈവശമുണ്ടായിരുന്നു. വെടിവെച്ച് കൊല്ലുക തന്നെയായിരുന്നു ലക്ഷ്യം. ഏതെങ്കിലും തലത്തിൽ വെടിവെച്ച് കൊലപ്പെടുത്താൻ കഴിയാതെ വന്നാൽ കത്തി ഉപയോഗിച്ച് കുത്തി വീഴ്ത്തുകയായിരുന്നു മറ്റൊരു ലക്ഷ്യം. നിർമ്മാണം നടക്കുന്ന വീട്ടിൽ അന്ന് തൊഴിലാളികൾ ഉണ്ടാവില്ല എന്ന് തനിക്കറിയാമായിരുന്നുവെന്നാണ് പോലീസിനോട് സന്തോഷ് പറഞ്ഞത്. രാധാകൃഷ്ണനെ കാത്ത് നിറതോക്കുമായി സന്തോഷ് അകത്തൊളിച്ചിരുന്നു. നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിന്ന് ഒരു സ്ഫോടക ശബ്ദം കേൾക്കുന്നു. ആരെങ്കിലും പടക്കം പൊട്ടിച്ചതാവാമെന്ന് നാട്ടുകാർ കരുതി. പിന്നീട് കുഴഞ്ഞു വീണ രാധാകൃഷ്ണനെ നാട്ടുകാർ തന്നെയാണ് തൂക്കിയെടുത്ത് പരിയാരം ആശുപത്രിയിൽ എത്തിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാധാകൃഷ്ണന്റെ ശരീരം പരിശോധിച്ച ഡോക്ടർമാർ വെടിയേറ്റതാണ് മരണകാരണമെന്ന് രാധാകൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവന്നവരോട് പറഞ്ഞു. ഉടൻ തന്നെ പരിയാരം പോലീസ് സ്ഥലത്തെത്തി. രാധാകൃഷ്ണൻ വെടിയേറ്റാണ് മരിച്ചത് എന്നപ്പോൾ മാത്രമാണ് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കിയത്. പോലീസ് എത്തുമ്പോൾ നിർമ്മാണം നടക്കുന്ന വീടിനകത്ത് സന്തോഷ് ഒളിച്ചു തന്നെ ഇരിക്കുന്നു. പോലീസിനോട് ഇയാൾ തട്ടിക്കയറി. കൈവശമുള്ള സഞ്ചി പരിശോധിച്ചപ്പോൾ കത്തിയും കണ്ടെത്തി. പിന്നീട് താനാണ് വെടിവെച്ചത് എന്നിയാൾ പോലീസിനോട് സമ്മതിച്ചു. കാര്യങ്ങളൊക്കെ താൻ തുറന്നു പറയാമെന്നാണ് പോലീസിനോട് ഇയാൾ അവിടെ വെച്ച് പറഞ്ഞത്. രാധാകൃഷ്ണനെ വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷം വണ്ണാത്തിപ്പുഴയുടെ തീരത്തേക്ക് താൻ പോയി. എന്നാൽ അപ്പോഴാണ് ഫോൺ മറന്നുവെച്ച കാര്യം മനസ്സിലാക്കുന്നത്. ഫോൺ തിരിച്ചെടുക്കാൻ വന്നപ്പോഴാണ് പോലീസുകാരും നാട്ടുകാരുമൊക്കെ അവിടെ എത്തിയത് എന്ന് സന്തോഷ് പോലീസിനോട് പറഞ്ഞു. എന്നാൽ സന്തോഷിനെ പിടികൂടുമ്പോൾ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്തിയിരുന്നില്ല. ഈ തോക്ക് എവിടെ എന്ന ചോദ്യത്തിന് സന്തോഷ് ഉത്തരം നൽകിയില്ല. രാധാകൃഷ്ണനെ വെടിവെച്ച തോക്കിൽ വീണ്ടും ഉണ്ട നിറച്ചെന്നും വെടിയേറ്റു മരിച്ചില്ലെങ്കിൽ കൊല്ലാനായിരുന്നു കത്തി കരുതിയത് എന്നും ഇയാൾ ഒരു കൂസലുമില്ലാതെ പോലീസിനോട് വിവരിച്ചു. എല്ലാവർക്കും ഒരു ഉപകാരി മാത്രമാണ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണനെക്കുറിച്ച് കൈതപ്രക്കാർക്ക് പറയാൻ നല്ലത് മാത്രം. ഇരിക്കൂർ കല്ലേട് സ്വദേശിയായ രാധാകൃഷ്ണൻ വിവാഹശേഷമാണ് മാധമംഗലത്ത് താമസമാക്കിയത്. ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണൻ നാട്ടിലെ എല്ലാ പൊതുക്കാര്യങ്ങളിലും പങ്കെടുക്കും. കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് രാധാകൃഷ്ണനും കുടുംബവും താമസിക്കുന്ന വീട്. കൊലപാതകം നടന്ന വീടിൻ്റെ 100 മീറ്റർ അകലെ മാത്രമാണ് രാധാകൃഷ്ണൻ്റെ ഭാര്യയുടെ അമ്മ വാടകയ്ക്ക് താമസിക്കുന്നത്. അവിടെ ഇടയ്ക്കിടെ രാധാകൃഷ്ണൻ്റെ ഭാര്യ മിനിയെത്തും. അവിടെ വെച്ചാണ് സന്തോഷും മിനിയും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ. വൈകിട്ട് 7 മണിയോടെ നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്ക് രാധാകൃഷ്ണനും മകനും കൂടി എത്തുന്നു. വീട്ടിനുള്ളിലേക്ക് ആദ്യം കയറിയത് രാധാകൃഷ്ണനാണ്. പെട്ടെന്ന് വെടിശബ്ദമുയർന്നു. രാധാകൃഷ്ണൻ സിറ്റ് ഔട്ടിൽ കയറിയ ഉടൻ തന്നെ സന്തോഷ് അകത്തുനിന്ന് വെടിയുതിർക്കുകയായിരുന്നു. നെഞ്ചിൽ ഇടതുഭാഗത്ത് വെടിയേറ്റ രാധാകൃഷ്ണൻ നിലത്തേക്ക് വീണു. ശബ്ദം കേട്ട് മകൻ ഓടിയെത്തുമ്പോഴേക്കും രാധാകൃഷ്ണൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. ഒരാളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്ന് മകന് മനസ്സിലാകുന്നില്ല. മകൻ പുറത്തേക്കോടി നാട്ടുകാരെ വിളിച്ചുകൂട്ടി. അച്ഛൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നുവെന്നാണ് മകൻ നാട്ടുകാരോട് പറഞ്ഞത്. പെട്ടെന്ന് നാട്ടുകാർ ചേർന്ന്
രാധാകൃഷ്ണനെ എടുത്ത് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക്. പ്രതിയെ പിടികൂടി 22 മണിക്കൂറുകൾക്ക് ശേഷമാണ് പിന്നീട് വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെടുക്കുന്നത്. തോക്ക് ഉപയോഗിക്കാൻ സന്തോഷിന് ലൈസൻസ് ഇല്ല എന്ന് പരിയാരം പോലീസ് വ്യക്തമാക്കി. കാട്ടുപന്നിയെ വെടിവെക്കാൻ പഞ്ചായത്തിന്റെ അനുമതി ലഭിച്ച സംഘത്തിലെ ഒരംഗമാണ് സന്തോഷ്. BJP ജില്ലാ കമ്മിറ്റി അംഗമാണ് രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാർ. മിനിയുമായുള്ള സൗഹൃദം എതിർത്തത് തന്നെയാണ് KK രാധാകൃഷ്ണന്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണം. എന്നാൽ ഇതിലെത്രമാത്രം മിനിക്ക് പങ്കുണ്ട്, അഥവാ മിനി ഏതെങ്കിലും തലത്തിൽ ഇക്കാര്യങ്ങൾ സന്തോഷമായി സംസാരിച്ചിരുന്നു? ഇതാണ് പോലീസിനെ കുഴയ്ക്കുന്ന മറ്റൊരു സംശയം. ഇതിനിടെ രാധാകൃഷ്ണന്റെ മകൻ പോലീസിന് വിശദമായ ഒരു മൊഴി നൽകിയിട്ടുണ്ട്. സന്തോഷ് അമ്മയുമായി സൗഹൃദത്തിന് പലവട്ടം ശ്രമിച്ചുവെന്നാണ് രാധാകൃഷ്ണന്റെ മകൻ മൊഴി നൽകിയിരിക്കുന്നത്. തെളിവെടുപ്പിനായി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് NK സന്തോഷിനെ കൈതപ്പുറത്ത് പോലീസ് കൊണ്ടുവരുന്നത്. ജനങ്ങൾ രോഷാകുലരായിരുന്നു. എന്നാൽ സന്തോഷിന് യാതൊരുവിധ ഭാവവ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്നത് ആസൂത്രിതമാണെന്ന് പോലീസ് പറഞ്ഞു. വെടിയുണ്ട ഹൃദയത്തിൽ തുളച്ചു കയറിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നാടൻ തോക്ക് ഉപയോഗിച്ചാണ് പ്രതി സന്തോഷ് വെടിയുതിർത്തത് എന്ന് പോലീസ് പറഞ്ഞു. അതേ തോക്ക് തന്നെയാണ് കണ്ടെടുത്തത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ മുൻപ് സന്തോഷിനെതിരെ 2 മാസങ്ങൾക്ക് മുൻപ് രാധാകൃഷ്ണൻ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. ഇതും പ്രകോപനത്തിന് കൂടുതൽ കാരണമായി. വീടിന്റെ നിർമ്മാണ കരാറിനെ ചൊല്ലിയും ഇരുവരും തമ്മിൽ തർക്കങ്ങളുണ്ടായി. ഒരു കാരണവശാലും NK സന്തോഷ് ഇനി യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കേണ്ട എന്ന് രാധാകൃഷ്ണൻ തറപ്പിച്ചു പറഞ്ഞു. ഒടുവിൽ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊല്ലുന്ന അതേ ദിവസം 4:23 സന്തോഷ് തോക്കേന്തി നിൽക്കുന്ന ഒരു ചിത്രവും അതിന് താഴെ കൊള്ളിക്കുക എന്നതാണ് ടാസ്ക്, കൊള്ളിക്കും എന്നത് ഉറപ്പാണ് എന്ന അടിക്കുറിപ്പും ഫേസ്ബുക്കിലിട്ടു. ഇതിനുശേഷമാണ് ഇയാൾ കൊല നടത്തിയത്. ഇത് പോലീസിനും വ്യക്തമായി. BJP കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് രാധാകൃഷ്ണന്റെ ഭാര്യ. കൊലപാതകം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു: നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുത്. എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും, പക്ഷേ എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല. ഇതായിരുന്നു സന്തോഷ് വെടിവെച്ച് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് ഫേസ്ബുക്കിലിട്ട കുറിപ്പ്. വേറെയും നിരവധി പോസ്റ്റുകൾ പ്രതി സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉന്നം വയ്ക്കുന്നത് രാധാകൃഷ്ണനെ തന്നെ. കുടുംബ ബന്ധങ്ങളിലെ ശിഥിലം, മറുവശത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം, പഴയ സഹപാഠികൾ, അവരൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ വീണ്ടും കണ്ടുമുട്ടുന്നു. വാട്സാപ്പിലൂടെ പരിചയങ്ങൾ പുതുക്കുന്നു. ഇതൊക്കെ പല കുടുംബ ബന്ധങ്ങളെയും ഇപ്പോൾ ബാധിക്കുന്നുണ്ട്. ടോക്സിക് റിലേഷനുകളിൽ പെടുന്ന പല വീട്ടമ്മമാരും ഇത്തരം കെണികളിൽ പെടുന്നു. എന്നാൽ ഇവിടെ രാധാകൃഷ്ണന്റെ ഭാര്യ മിനി ഏതൊക്കെ തലത്തിൽ സന്തോഷമായി ഇടപെട്ടിട്ടുണ്ട് എന്നതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇക്കാര്യങ്ങളിൽ പോലീസ് ഇപ്പോൾ ശക്തമായ പരിശോധന നടത്തുന്നു. നഷ്ടപ്പെട്ടത് ഒരു നിരപരാധിയുടെ ജീവനാണ്. ഭാര്യയുമായുള്ള സൗഹൃദം വിലക്കിയതിൻ്റെ പേരിൽ രാധാകൃഷ്ണനെ നിഷ്ഠൂരമായി കൊല ചെയ്ത സന്തോഷ്. രാഷ്ട്രീയമായ ഒരു തണലും NK സന്തോഷിനെ പോലൊരു ക്രൂരന് നൽകാൻ പാടില്ല. അതിലപ്പുറം ഇതിൽ രാഷ്ട്രീയം ചേർക്കേണ്ടതുമില്ല. രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയെ കൃത്യമായി പോലീസ് ചോദ്യം ചെയ്യണം. രാധാകൃഷ്ണൻ ഈ കൊലപാതകത്തിന് തൊട്ടു തലേന്ന് ഭാര്യ മിനിയെ മർദ്ദിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ സന്തോഷ് പോലീസിനോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇക്കാര്യങ്ങൾ എങ്ങനെ സന്തോഷ് മനസ്സിലാക്കി? ഇത് രാധാകൃഷ്ണന്റെ ഭാര്യ മിനി തന്നെയാണോ സന്തോഷിനോട് പറഞ്ഞത്? അങ്ങനെയെങ്കിൽ കൂടുതൽ സംശയിക്കേണ്ടിയിരിക്കുന്നു രാധാകൃഷ്ണന്റെ ഭാര്യയെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.